ഈയിടയ്ക്ക് ചില ആളുകൾ പറഞ്ഞ അഭിപ്രായം നിങ്ങൾ കേട്ട് കാണും. അതായത് പ്രസവം വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രക്രിയയാണ്, ആശുപത്രികളാണ് അതിനെ അനാവശ്യമായിട്ട് സങ്കീർണമാക്കുന്നത് എന്ന് ഒരു അഭിപ്രായം കേട്ടാണ്. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ, പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. അപ്പോൾ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറേ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറേ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ചിലർക്കത് നാച്ചുറൽ ആണെന്ന് തോന്നാം. പക്ഷെ നമുക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന സത്യം മനസ്സിലാക്കുക: സ്വാഭാവികമായിട്ടുള്ള എല്ലാ കാര്യവും സുരക്ഷിതമല്ല. അതായത് മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന പല പ്രക്രിയകളും സ്വാഭാവികമാണ്. ഒരു ഇൻഫെക്ഷൻ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമാണ്. രക്തസ്രാവം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. ഫിറ്റ്സ് ഉണ്ടാവുന്നതും സ്വാഭാവികമാണ്. എന്നാൽ അതുകൊണ്ട് അവ അപകടകരമല്ല എന്ന് പറയാനായിട്ടാവില്ല. അതുപോലെ തന്നെയാണ് പ്രസവവും ഒരു സ്വാഭാവിക പ്രക്രിയ തന്നെയാണ്. അത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാതെ ചില സമയത്ത് കോംപ്ലിക്കേറ്റഡ് ആകാറുണ്ട്, അതിവേഗത്തിൽ ചില സമയത്ത് അപകടകരമാകാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത്രയും ലഘൂകരിക്കാനായിട്ട് പാടില്ല. പഴയ കാലത്ത് സ്ത്രീകൾ വീട്ടിൽ പ്രസവം ചെയ്തിരുന്നു എന്നുള്ള സത്യം തന്നെയാണ്. എന്നാൽ അതേ കാലഘട്ടത്തിൽ മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും വളരെയധികം കൂടുതലായിരുന്നു. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ നമുക്കത് കണ്ടെത്താനായിട്ട് കഴിയും. അത്രമാത്രം മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും വളരെ ഹൈ ആയിരുന്നു. ഓക്കെ, നമുക്കിത് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അധികം അറിയാത്തതാണ്. പ്രസവിക്കുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കാം? അമിതമായ രക്തസ്രാവം ഉണ്ടാവാം, കുട്ടിക്ക് ശ്വാസം കിട്ടാതിരിക്കാം, ലേബർ നീണ്ടുപോകാം, ഇൻഫെക്ഷൻ ഉണ്ടാവാം. പലപ്പോഴും അമ്മയ്ക്കും കുട്ടിക്കും ജീവഹാനിയായിട്ടുള്ള പല കാരണങ്ങളും ഈ സമയത്ത് ഉണ്ടാവും. ഇത്തരത്തിലുള്ള മരണങ്ങൾ വളരെ കുറഞ്ഞത് എന്തുകൊണ്ടാണ്? കാരണം ആശുപത്രിയും ആധുനിക വൈദ്യശാസ്ത്രത്തിൽ സംവിധാനവും ഉള്ളതുകൊണ്ട് തന്നെയാണ്. ആശുപത്രികൾ പ്രസവത്തെ സങ്കീർണമാക്കുന്നില്ല, മറിച്ച് സങ്കീർണമാകുന്നത് തടയുകയാണ് ചെയ്യുന്നത്. മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ജീവൻ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അത്തരത്തിലുള്ള ധാരാളം എക്സാമ്പിൾ എനിക്ക് പറയാനായിട്ട് പറ്റും. ഒരു സ്ത്രീയുടെ ശരീരം ഗർഭധാരണ കാലം മുതൽ തന്നെ വലിയ മാറ്റങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഹോർമോണുകൾ ചേഞ്ചുകൾ ഉണ്ടാകുന്നുണ്ട്, രക്തത്തിൻ്റെ അളവ് വ്യത്യാസം വരുന്നുണ്ട്, ഹൃദയവും ശ്വാസകോശവും കൂടുതലായിട്ട് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അതുമാത്രമല്ല, മാനസിക സമ്മർദ്ദം അവർക്ക് നല്ലോണം ഉണ്ട്. ഇപ്പോൾ പ്രസവത്തിന് ശരീരം തയ്യാറാകുകയാണ്. ലേബർ തുടങ്ങുന്ന സമയത്ത് കോൺട്രാക്ഷൻ ഒരു സാധാരണ വേദനയല്ല, അത് ശരീരത്തിന് മുഴുവൻ ശക്തി ഉപയോഗിച്ച് കുഞ്ഞിനെ പുറത്തേക്ക് കളയുകയാണ്, പുറത്തേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എല്ലൊടിയുന്ന വേദന ഉണ്ടാവും. ഒരു കോൺട്രാക്ഷനും ഇടയിൽ അമ്മയും കുഞ്ഞും സുരക്ഷിതമാണോ നോക്കാനായിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തണമെന്ന് പറയുന്നത്. അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ചെറിയ മാറ്റം പോലും വലിയ പ്രശ്നത്തിൻ്റെ തുടക്കമാണെന്ന് ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഉദാഹരണത്തിന്, കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് കുറയാൻ തുടങ്ങുകയാണെങ്കിൽ അത് പുറത്തു നിന്ന് കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഹോസ്പിറ്റലിൽ മോണിറ്ററിംഗ് വഴി കാർഡിയോ ടോക്കോഗ്രാം എന്നൊരു മെഷീൻ ഉണ്ട്, അത് വെച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഡെലിവറി കഴിഞ്ഞ് പെട്ടെന്ന് രക്തസ്രാവം ഉണ്ടായാൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് മിനിറ്റുകൾക്കകം അമ്മ മരണപ്പെടാം, അത് ലൈഫ് ത്രെറ്റനിങ് ആവും. ഇത്തരത്തിലുള്ള സാഹചര്യം എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബ്ലീഡിങ് വന്നിട്ടുണ്ട്. പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ കൊടുത്ത് ഒത്തിരി പാടുപെട്ട് വിയർത്താണ് പേഷ്യന്റിനെ നമ്മൾ രക്ഷപ്പെടുത്തിയത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓരോ പ്രഗ്നൻസിയും വ്യത്യസ്തമാണ്. ഒരാൾക്ക് വളരെ എളുപ്പമാണെന്ന് പറഞ്ഞ് മറ്റൊരാൾക്ക് അങ്ങനെ അനുഭവം വേണമെന്നില്ല, അങ്ങനെ നിർബന്ധിക്കാനും പറ്റില്ല. അതൊരു വലിയ തെറ്റാണ് അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ. മെഡിക്കൽ പ്രാക്ടീസിൽ നമ്മൾ കാണുന്നത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള പ്രഗ്നൻസി പോലും ലേബർ സമയത്ത് പെട്ടെന്ന് കോംപ്ലിക്കേഷനായിട്ട് മാറി പ്രോബ്ലമാറ്റിക് ആയിട്ട് വരാറുണ്ട്. ചിലപ്പോൾ സെർവിക്സ് തുറക്കാതെ ലേബർ അവിടെ സ്റ്റക്കാവാം, ചിലപ്പോൾ കുഞ്ഞ് ശരിയായ പൊസിഷനിലേക്ക് വരാതെ സ്റ്റക്കാവാം, ചിലപ്പോൾ അമ്മയ്ക്ക് ബ്ലഡ് പ്രഷർ വളരെയധികം കൂടി ഫിറ്റ്സ് ഉണ്ടാവാം. ഇതും എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യമാണ് UK വെച്ച്. ഇവയെല്ലാം വളരെ പെട്ടെന്ന് മാറുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് ഹോസ്പിറ്റൽ ഡെലിവറിയിൽ കണ്ടിന്യൂസ് ഒബ്സർവേഷൻ വേണം. പ്രശ്നം വന്നതിന് ശേഷം കൈകാര്യം ചെയ്യുന്നതല്ല ചെയ്യേണ്ടത്. പ്രശ്നം തുടങ്ങുന്ന നിമിഷം മുതൽ തന്നെ അതിനെ കണ്ടെത്തി ട്രീറ്റ് ചെയ്യാനായിട്ട് നോക്കണം. അതിനാൽ പ്രസവത്തെ ഈസി ആയിട്ട് അല്ലെങ്കിൽ കൂളായിട്ടുള്ള കാര്യമായിട്ട് കാണുന്നത് ഓവർ സിംപ്ലിഫിക്കേഷൻ മാത്രമല്ല, അത് സ്ത്രീകളുടെ യഥാർത്ഥ അനുഭവത്തെ കുറച്ച് കാണിക്കുന്നതും സമൂഹത്തിന് തെറ്റായിട്ടുള്ളൊരു സന്ദേശം നൽകുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ഇത് ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് ഓരോ അമ്മയ്ക്കും ഓരോ സുരക്ഷിത പ്രസവം ഉറപ്പാക്കാൻ വേണ്ടിയാണ്. സേഫ് മദർഹുഡ് എന്നത് ഒരു ഓപ്ഷൻ അല്ല, ഇപ്പോൾ അതൊരു അവകാശമാണ്. അതിനായിട്ട് ആൻറ്റിനേറ്റൽ ചെക്കപ്പ് നടക്കണം, പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ ചെയ്യണം, റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യണം, ഹോസ്പിറ്റൽ ഡെലിവറി ചെയ്യണം, എമർജൻസി ഫെസിലിറ്റീസ് ഒക്കെ ഇതിന് അനിവാര്യമാണ്. ശാസ്ത്രീയമായിട്ടുള്ള പരിചരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ അത് മാനേജ് ചെയ്യാനുള്ള കഴിവ് ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ശാസ്ത്രത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അല്ലാതെ ചില ആളുകൾ പറയുന്നത് കേട്ട് വീട്ടിൽ പ്രസവിക്കാൻ ഒരു കാരണവശാലും നിൽക്കരുത്. പെയിൻ വന്നാൽ കുഞ്ഞ് പിറക്കുമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അത് ലളിതമായി ചിന്തിക്കുന്ന ഒരു കാര്യം അങ്ങനെ ചിന്തിക്കുള്ളൂ. പക്ഷേ ലേബർ എന്ന് പറയുമ്പോൾ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. ഇവിടെ ഒത്തിരി കാര്യങ്ങളാണ് നടക്കുന്നത്. പ്രസവത്തിന് മുന്നോടിയായിട്ട് ചില പ്രധാന സൂചനകൾ സാധാരണഗതിയിൽ ഉണ്ടാവും. തുടർച്ചയായി വരുന്ന കോൺട്രാക്ഷൻ, വയറിലെ കോൺട്രാക്ഷൻ ചെറിയ ഇടവേളകളോടെ തുടങ്ങിയതിനു ശേഷം പിന്നീട് സമയം കുറയുകയും ഇൻറ്റൻസിറ്റി കൂടുകയും ചെയ്യും. വളരെ ശക്തമായ കോൺട്രാക്ഷൻ. അടിവയറ്റിൽ പ്രഷർ കൂടും, ചിലർക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും, ചിലപ്പോൾ വാട്ടർ ബ്രേക്ക് ചെയ്യുന്ന ഈ സമയത്താണ്.
കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആ ഫ്ലൂയിഡ്, അമിനോട്ടിക് ഫ്ലൂയിഡ് പുറത്തേക്ക് വരുന്നതാണ് വാട്ടർ ബ്രേക്ക് എന്ന് പറയുന്നത്. അതോടൊപ്പം ബ്ലഡ് മിക്സായി വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഷോ എന്ന് വിളിക്കും, SHOW. ഈ ലക്ഷണങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തണം, അത് നിർബന്ധമാണ്. കാരണം ലേബർ ഏത് സമയത്ത് വേണമെങ്കിൽ നടക്കാം, പ്രസവം എപ്പോൾ കോംപ്ലിക്കേഷൻ വരുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം. പ്രസവത്തിൽ 3 പ്രധാന ഘട്ടങ്ങളാണുള്ളത്. ഇത് നിങ്ങൾ വിശദമായി മനസ്സിലാക്കണം. ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ സെർവിക്കൽ ഡയലറ്റേഷൻ ഫേസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ഘട്ടത്തിൽ സെർവിക്സ് 0 മുതൽ 10 സെന്റിമീറ്റർ വരെ തുറക്കണം. ഇത് ചിലപ്പോൾ മണിക്കൂറുകളെടുക്കും. പ്രത്യേകിച്ചും ഫസ്റ്റ് പ്രഗ്നൻസിയിൽ കോൺട്രാക്ഷൻ പതുക്കെയാണ് ശക്തമാകുന്നത്. അമ്മയ്ക്ക് വേദന കൂടും. ഈ ഘട്ടത്തിൽ കണ്ടിന്യൂസ് മോണിറ്ററിങ് വളരെയധികം അത്യാവശ്യമാണ്. കുഞ്ഞിൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് ശരിയാണോ, അമ്മയുടെ ബ്ലഡ് പ്രഷർ കറക്റ്റ് ആണോ, ഹൈഡ്രേഷൻ കറക്റ്റ് ആണോ, സെർവിക്സ് വലുതാവുന്നുണ്ടോ, പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് ക്ലോസ് ആയിട്ട്. ഇവിടെ ഒരു ചെറിയ ഒരു വ്യത്യാസം വന്നാൽ പോലും വലിയൊരു പ്രശ്നമായിട്ടാണ് കണക്കാക്കുന്നത്. ഉടനെ തന്നെ നമ്മൾ അതിനോടുള്ള മരുന്നുകൾ കൊടുക്കും. രണ്ടാം ഘട്ടത്തിലാണ് ഡെലിവറി ഫേസ്. കുഞ്ഞ് പുറത്തേക്ക് പുഷ് ചെയ്യുന്നൊരു സമയം. ഇവിടെ ഫിസിക്കലിയും മെന്റലിയും ഏറ്റവും അമ്മയ്ക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഘട്ടമാണ്. അമ്മയുടെ എഫോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺട്രാക്ഷനും ബേബിയുടെ പൊസിഷനും എല്ലാം സിങ്കർണൈസ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഡോക്ടറിന്റെ ഗൈഡൻസ് വളരെ പ്രധാനമാണ്. എപ്പോൾ പുഷ് ചെയ്യണം, എപ്പോൾ റെസ്റ്റ് എടുക്കണം എന്നത് ശരിയായി ഫോളോ ചെയ്യാത്ത പക്ഷം കുഞ്ഞിന് ചിലപ്പോൾ ഓക്സിജൻ സപ്ലൈ കുറയാം, ഫീറ്റൽ ഡിസ്ട്രസ് എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് വരാം. അത് ഡേഞ്ചറസ് ആണ്. അപ്പോൾ കുഞ്ഞിൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് താഴോട്ട് പോവുകയും ചിലപ്പോൾ ഇൻസ്ട്രുമെൻ്റ് എടുത്ത് കുട്ടിയെ പുറത്തെടുക്കേണ്ടി വരും. ചിലപ്പം എമർജൻസി സിസേറിയൻ സെക്ഷനിലൊക്കെ ഈ സമയത്ത് പോകേണ്ടി വരും. ഈ ഘട്ടം സിമ്പിൾ ആണെന്ന് തോന്നിയാലും സെക്കൻഡ്സ് മുതൽ ചിലപ്പോൾ കുറേ മിനിറ്റുകൾ എടുക്കുന്ന സമയമാണ്. ഒരു ക്രിട്ടിക്കൽ ഫേസ് ആയിട്ടുള്ളൊരു ടൈമാണ്. മൂന്നാം ഘട്ടമാണ് പ്ലാസൻ്റ പുറത്തു വരുന്ന സമയം. കുഞ്ഞ് പിറന്നതോടെ എല്ലാം കഴിഞ്ഞു എന്ന് പലർക്കും തോന്നാം. പക്ഷേ ഈ ഘട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്ലാസൻ്റ ശരിയായിട്ട് പുറത്തു വന്നില്ലെങ്കിൽ സിവിയർ ബ്ലീഡിങ് ഉണ്ടാവും. പോസ്റ്റ്മോർട്ടം ഹെമറേജ് മരണകാരണമാവുന്ന ഒരു കാരണമാണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ഗർഭിണിയായിട്ടുള്ള അമ്മമാർ മരിക്കുന്ന ഒരു കാരണമായിട്ട് വേണമെങ്കിൽ പറയാം പോസ്റ്റ്മോർട്ടം ബ്ലീഡിങ്. ഇത് അൺകൺട്രോൾ ആയി കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ വളരെ പ്രയാസമാണ്. ചിലപ്പോൾ യൂട്രസ് വരെ റിമൂവിൻ്റെ അവസ്ഥ വന്നിട്ടുണ്ട്. ഇങ്ങനെ സിവിയർ ബ്ലീഡിങ് വന്നാൽ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുകയും നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള എല്ലാ മാർഗ്ഗങ്ങളും നോക്കും. നടന്നില്ലെങ്കിൽ നമ്മൾ യൂട്രസിലോട്ട് പോകുന്ന ആർട്ടറി എംബോളൈസ് ചെയ്യാൻ വരെ നോക്കും. അങ്ങനെ പല ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. പല കോംപ്ലിക്കേഷൻസും നിങ്ങൾ വിചാരിക്കുന്നതായാലും അത്ര എളുപ്പമല്ല. ഇപ്പോൾ ഫെയിലിയർ ടു പ്രോഗ്രസ് എന്നൊരു കണ്ടീഷനുണ്ട്. ലേബർ മുന്നോട്ട് പോകാത്തൊരവസ്ഥ, അതായത് സെർവിക്സ് തുറക്കാതെ നിൽക്കുന്നൊരവസ്ഥ, കുഞ്ഞ് താഴേക്ക് ഇറങ്ങാതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇത് അൺട്രീറ്റഡ് ആണെങ്കിൽ യൂട്രസ് പൊട്ടിപ്പോകാൻ വരെ സാധ്യതയുണ്ട്. പിന്നെ ബ്രീച്ച് പ്രസന്റേഷൻ എന്ന കണ്ടീഷനുണ്ട്. അതായത് കുഞ്ഞ് തലകീഴായി അല്ലാതെ കാലോ അടിഭാഗമോ മുന്നോട്ട് വരുന്നതാണ്. ഇങ്ങനെ നോർമൽ ഡെലിവറി അറ്റൻഡ് ചെയ്താൽ ചിലപ്പോൾ ബേബി സ്റ്റക്കാകാൻ സാധ്യതയുണ്ട്. അവിടെ എമർജൻസി ആയിട്ടുള്ള ഇന്റർവെൻഷൻ വേണം. കഴുത്തിൽ ഈ അംബിലിക്കൽ കോഡ് കുരുങ്ങി വരാം കുട്ടികൾക്ക്. ലൂസ് ആണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ ടൈറ്റ് ആണെങ്കിൽ ഓക്സിജൻ സപ്ലൈ ഇല്ലാതെ കുട്ടി മരണപ്പെടാം. അങ്ങനെയാണെങ്കിൽ ഇമ്മീഡിയറ്റ് സിസേറിയൻ സെക്ഷനിലൊക്കെ പോകേണ്ടി വരും. ഇതൊക്കെ നമ്മൾ ഡോക്ടർ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ എക്ലാംസി എന്നൊരു കണ്ടീഷൻ നേരത്തെ പറഞ്ഞില്ലേ, അമ്മയ്ക്ക് ബ്ലഡ് പ്രഷർ കൂടി ഫിറ്റ്സ് വരുന്ന അവസ്ഥ. ഇത് നേരത്തെ കണ്ടെത്തി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അമ്മയ്ക്കും കുട്ടിക്കും മരണം സംഭവിക്കാം. ചില സമയത്ത് ഇൻഫെക്ഷൻ, പ്രൊലോങ്ഡ് ലേബർ വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്, സെപ്സിസിലോട്ട് പോകാം. ഇങ്ങനെ പല കോംപ്ലിക്കേഷൻസ് ആണ്, ഗുരുതരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ് വരാൻ സാധ്യതയുള്ളത്. പക്ഷേ ഇതെല്ലാം നമ്മുടെ ഹോസ്പിറ്റലിൽ കൃത്യമായി നോക്കി കോർഡിനേറ്റ് ചെയ്ത് മോണിറ്റർ ചെയ്ത് പലതും അവോയ്ഡ് ചെയ്തിട്ടാണ് സുഖപ്രസവം നടക്കുന്നത്. അപ്പോൾ ഇത് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പ്രസവം ഒരു ഈസി പ്രോസസ് ആണ് എന്ന് ഒരു കാരണവശാലും ചിന്തിക്കരുത്. ഒരു ജീവനാണ് ലോകത്തേക്ക് വരുന്നത്. ഓരോ നിമിഷവും അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ടീം വേണം, മോണിറ്ററിംഗ് സിസ്റ്റം വേണം, എമർജൻസി ബാക്കപ്പ് വേണം. ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സേഫ് ഡെലിവറി അവിടെ നടക്കുള്ളൂ. അവർ പ്രോപ്പർ മോണിറ്റർ ചെയ്ത് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ കുട്ടിയെ കിട്ടും. പക്ഷെ എന്നിട്ട് പോലും ചില സമയത്ത് മരണങ്ങൾ സംഭവിക്കാം. ഇപ്പം എന്തുകൊണ്ടാണ് ആശുപത്രിയിൽ പ്രസവം നടത്തേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസ് കണ്ടെത്തി കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ ഹോസ്പിറ്റലിലേ പറ്റുള്ളൂ. ഈ ഇടയ്ക്കും ബ്രീച്ച് ഡെലിവറി എന്നുള്ളൊരു ഡെലിവറി എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ സമയത്തൊക്കെ ആക്ച്വലി ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ച് ബ്രീച്ച് ഡെലിവറി നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റിയത്. വളരെ പ്രയാസമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും അത് സിസേറിയനിലോട്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഒരു ഡെലിവറി പെർഫെക്റ്റ്ലി നോർമലായിട്ട് തുടങ്ങാം, പക്ഷെ സഡൻലി എമർജൻസി ആയിട്ട് എപ്പോൾ വേണമെങ്കിലും മാറാം. നേരത്തെ പറഞ്ഞതുപോലെ ബ്ലീഡിങ് ഉണ്ടാവാം, കുട്ടിക്ക് ഡിസ്ട്രസ് ഉണ്ടാവാം, സ്റ്റക്കായിട്ട് നിൽക്കാം. ഇങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എന്ത് സംഭവിക്കും. അപ്പോൾ ഹോസ്പിറ്റലിൽ എന്താണ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഉടനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും, എമർജൻസി സിസേറിയൻ സെക്ഷൻ ചെയ്യാനായിട്ട് പറ്റും, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്, ICU സപ്പോർട്ടുണ്ട്, കുട്ടിയെ നോക്കാനായിട്ടുള്ള പീഡിയാട്രിഷ്യൻസ് നിയോനേറ്റൽ ഓട്ടോളജിയൊക്കെ ഉണ്ട്. അപ്പോൾ ചില സെക്കൻഡ്സ് കൊണ്ട് ഇതെല്ലാം സാധിക്കും. പക്ഷേ വീട്ടിലാണെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വൈകും, ഇതിനുള്ള ഫെസിലിറ്റി ഇല്ല, ടീമില്ല. ഈ ഡിലേ തന്നെ മതി ജീവൻ നഷ്ടപ്പെടാൻ.
അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ കാര്യമായിട്ട് എടുക്കുക. ഇങ്ങനെ ചില ആളുകൾ പറയുന്നത് കേട്ട് ലൈറ്റായിട്ട് എടുക്കരുത്. കേരളത്തിന് കുറേ അധികം അഡ്വാൻറ്റേജ് ഉണ്ട്. ഇന്ന് കേരളത്തിൽ ഏകദേശം 99% ഡെലിവറികളും ആശുപത്രിയിൽ തന്നെയാണ് നടക്കുന്നത്. അതിൻ്റെ ഫലം എന്താണെന്ന് പറഞ്ഞാൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് MMR വളരെ കുറവാണ്. ഇൻഫം മോർട്ടാലിറ്റി റേറ്റ്, അത് കൊച്ചുകുട്ടികൾ മരിക്കുന്ന ഒരു കണക്ക്, അത് ഇന്ത്യയിൽ ഏറ്റവും കുറവ് കേരളത്തിലാണ്. 1000 കുട്ടികൾ ജനിക്കുന്ന സമയത്ത് 5 കുട്ടികളാണ് മരണപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയിൽ അത് 20-25ഒക്കെയാണ്. ഇന്ത്യയുടെ ആവറേജിനേക്കാളും വളരെ താഴെയാണ് കേരളത്തിൽ. ഇതൊരു കോയിൻസിഡൻസ് അല്ല, ഇത് സയന്റിഫിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ വിജയം തന്നെയാണ്. ചിലർ ഹോം ബർത്ത്, നാച്ചുറൽ ബർത്ത് എന്നൊക്കെ ഉള്ള ഒരു ആശയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും സോഷ്യൽ മീഡിയയിൽ. അതൊരു ട്രെൻഡ് ആക്കാനായിട്ട് നോക്കും. അങ്ങനെ മലപ്പുറത്തൊക്കെ അങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നവരെല്ലാം കാണില്ല. ജീവൻ രക്ഷിക്കാനായിട്ട് ആരും കൂടെ കാണില്ല. സയൻസ് മാത്രമേ രക്ഷിക്കാനായിട്ട് കഴിയൂ. ഇപ്പോൾ ഒരു അമ്മ ലേബറിലായിരിക്കുന്ന സമയത്ത് അവരുടെ ശരീരം എക്സ്ട്രീം സ്ട്രെസ്സിലാണ്. ആ സമയത്ത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീം ഇല്ലാതെ അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു കുഞ്ഞ് ജനിക്കുന്ന ഒരു നിമിഷം തന്നെ ബ്രത്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ കുട്ടിയെ നിയോനാറ്റൽ റെസിസ്റ്റേഷൻ ചെയ്യണം. അതിനും ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വേണം. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. ഒരു അമ്മ ഒരു മരുന്നെടുത്തതിന് ശേഷം വന്നു, ഓപ്പിയോഡ് ഓവർഡോസ് ആയിരുന്നു, കുട്ടിക്ക് അവസാനം ആൻറ്റിഡോട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഹോസ്പിറ്റലാണെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള അമ്മയും കുട്ടിയെ രക്ഷിക്കാനായിട്ട് പറ്റൂ. അപ്പോൾ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. പ്രസവത്തിനെ ഭയപ്പെടുകയല്ല ചെയ്യേണ്ടത്, പക്ഷെ അതിനെ ലഘൂകരിക്കാനായിട്ട് പാടില്ല. റെസ്പെക്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക, സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് ചെയ്യുക, ഒരു വിശ്വസിക്കുന്ന ഒരു ഡോക്ടറിൻ്റെ അടുത്തോട്ട് പോവുക. ഒരൊറ്റ മെസ്സേജാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരമ്മയുടെ ജീവനും ഒരു കുഞ്ഞിൻ്റെ ജീവനും വളരെ വിലപ്പെട്ടതാണ്. അത് നമ്മൾ വീട്ടിലിരുന്ന് പ്രസവിച്ച് അത് റിസ്ക് ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് ആക്ച്വലി അതിനായിട്ടുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. ആശുപത്രി എന്നത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമല്ല, ജീവൻ രക്ഷിക്കുന്ന ഒരു സ്ഥലമാണെന്ന് വീണ്ടും പറയട്ടെ. അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു തെറ്റിദ്ധാരണയും പടർത്താതിരിക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും.